ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയം ജേനി. 4 അപ്ഡേറ്റുകൾ. ആദ്യത്തേത് തന്നെ ഡൊമിനിക്കിൽ നമുക്ക് തുടങ്ങാം. കാരണം ഡൊമിനിക്കിന്റെ 3 പോസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റില്ല, കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് തിരക്കായി പോയി, സോറി. ഇനി ഡൊമിനിക്കിന്റെ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ ഒരു പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്റർ നമുക്ക് നോക്കാം. ഒരു ഒരു കുട്ടീന്റെ, അതായത് ഡൊമിനിക്കിന്റെ ഡയറി ഉണ്ടല്ലോ, പുറത്ത് പറയുന്നത് കണ്ടോളൂ അല്ലെങ്കിൽ വായിച്ചോളൂ, പുറത്ത് പറയുന്നതാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്, ഡൊമിനിക്ക് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അടുത്ത ആൾ തന്നിട്ടുണ്ട്. കണ്ടിട്ട് ഒരു പാപം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൈൻഡ് ഹാർട്ടഡ് ലോയൽ ഗേൾ, ഓൾവേസ് ക്ലിക്സ് സെൽഫീസ്, റൂംമേറ്റ് ഓഫ് ജാൻസി. ജാൻസിന് മുമ്പ് ഒന്നുണ്ടായിരുന്നു, അതായത് സംതിങ് ഫിഷി എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. ആള് പാവാണ്, പക്ഷെ സംതിങ് ഫിഷി എന്തോ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞ. ആ പുള്ളിക്കാരിയുടെ റൂംമേറ്റ് ആണ്. പൂജ പേര്, ഏജ് 25, ഹൈറ്റ് 5'5", 5'5" അപ്പൊ 25 വയസ്സുള്ള പൂജ പുള്ളിക്കാരിന്റെയാണ് ആദ്യത്തെ പോസ്റ്ററായിട്ട് തന്നിട്ടുള്ളത്. കുഴപ്പമില്ല. അടുത്തതിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു പോസ്റ്റർ തന്നെയായിരുന്നു. UA സെൻസേർഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് പടം സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു, UA സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 13 വയസ്സിന് മുകളിൽ ആർക്ക് വേണമെങ്കിലും സിനിമ കാണാം എന്നുള്ളതാണ് UA സർട്ടിഫിക്കറ്റ്. അതായത് നമ്മുടെ എന്താ പറയാ, പാരന്റൽ ഗൈഡിങ്. ഇനി ഈ കേസ് നമ്മൾ സോൾവ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. സോൾവ് ചെയ്യുന്നല്ല, സോൾവ് ചെയ്തിരിക്കും. ഡൊമിനിക്ക് പറഞ്ഞതാണ്. പിന്നെ ഇതിന്റെ പോസ്റ്റർ ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം. ഒരു വട്ടത്തിന്റെ ഉള്ളിൽ ഒരു ബിൽഡിങ്ങിന്റെ മുമ്പിൽ നടന്നു വരുന്ന മമ്മൂക്ക് തൊട്ടുള്ള അസിസ്റ്റന്റ് ഗോകുൽ, എന്നിട്ട് മമ്മൂക്ക പുറത്തേക്ക് കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ, വെരി സിമ്പിൾ. അത് തുടക്കം മുതലേ അങ്ങനെയാണ്, വീണ്ടും ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തായാലും അതാണ് ഒരു പോസ്റ്റർ. കളറായി കണ്ടില്ലേ, ഏതോ ഒരു കളർ കൊടുത്ത് എന്തോ എഴുതി ടേക്കാണ്. പടം വരട്ടെ, 23rd കട്ട വെയിറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് തന്നിട്ടുള്ളതാണ് ഇന്ന് വന്നിട്ടുള്ള പോസ്റ്റർ. ഇതാണ് പോസ്റ്റർ. നമ്മുടെ ഗോകുൽ സുരേഷ് പുള്ളിക്കാരൻ്റെയാണ് ആ പോസ്റ്റർ, പുള്ളിക്കാരന്റെ അസിസ്റ്റന്റ്. എന്തായാലും എന്തൊക്കെ എഴുതിയിട്ട് നോക്കാം. വിക്കി, പേരെന്താണ്? വിക്കി. നല്ല പയ്യൻ, എന്നിട്ട് നല്ല അങ്ങനെ വെട്ടിയിട്ടുണ്ട്. അത്ര നല്ലതല്ല പയ്യൻ. സമയത്തിന് വരില്ല. ഈ ട്രെയിലറിലും ടീച്ചറിലൊക്കെ പഞ്ച്വാലിറ്റിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്കവാറും ഇയാള് എന്തിനും സമയത്തിന് വരാത്തോണ്ടുള്ള പ്രശ്നമായിരിക്കാം. എന്തിനും സമയത്തിന് വരില്ല എന്ന് എഴുതിയിട്ടുണ്ട്. വെരി ഡിറ്റർമൈൻഡ്. കൗതുകം ഹൈ. കൗതുകം ലേശം കൂടുതലാറല്ലേ? അത് അറിയാനുണ്ട്. കാരണം അതുകൊണ്ടാണ് പുള്ളിക്കാരൻ നുണ പറഞ്ഞ് തള്ളി പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നത്. തള്ളല്ല, ഒറിജിനലായിട്ട് അടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. എന്തായാലും പറ്റിക്കാൻ ഈസിയാണ്. കൗതുകം ഹൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെരി ഡിറ്റർമിൻ, കൗതുകം ഹൈ. നാടിനെ പുച്ഛം. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ നാടിനെ പുച്ഛം തന്നെയാണ്. അമ്മരി കാട്ടിക്കൂട്ടാണ്, അത് വേറെ കാര്യം. എന്തായാലും നാടിനെ പുച്ഛം. ഗോയിങ് ടു കാനഡ സൂൺ. എത്രയും പെട്ടെന്ന് കാനഡയ്ക്ക് പോകാനുള്ള പരിപാടിയാണ് പുള്ളിക്കാരൻ. അതെല്ലാം പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് യവൻ വെറും പുലിയല്ല, ഒരു സിംഹം. യവൻ വെറും പുലിയല്ല, ഒരു സിംഹം. അത് ഇതിനു മുമ്പും എന്താ പറയാ, 1 million വ്യൂസ് ക്രെഡിറ്റഡ് ഓൺ യൂട്യൂബ്. നന്ദിയുണ്ടേ. എന്തുകൊണ്ട് പുള്ളിക്കാരുടെ ഡയലോഗ് തന്നെ അവരിങ്ങനെ എന്താ പറയാ, ഈ തമാശയിലൂടെ തഗ്ഗടിക്കുക അല്ലെങ്കിൽ വേറെന്തോന്ന് പറയുന്നതിന്, ആ രീതിയിൽ തന്നെയാണ് പരിപാടി അവിടെ ചെയ്തിട്ടുള്ളത്. യവൻ പുലിയല്ല കേട്ടാ. അങ്ങനെ സംഭവം കണ്ടില്ലേ, ഒരു സിംഹം എന്ന് പറയുന്നത് നമ്മുടെ രാജമാണിക്യം. അതെ, രാജമാണിക്യത്തിൽ ആ ഡയലോഗാണ് ഇവിടെ എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഗുഡ് അസിസ്റ്റന്റ്, നല്ല അസിസ്റ്റന്റ് ആണ്. എനിക്കൊരു ഭീഷണി അല്ല, അതുകൊണ്ടായിരിക്കും അസിസ്റ്റന്റ് ആക്കിയതും. കാരണം എന്റെയും മുകളിൽ പോകുമോ എന്നുള്ള പേടിയൊന്നും ഇവനെ പേടിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ഗുഡ് അസിസ്റ്റന്റ് ആണ്. സോ അതാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്യുന്ന സിനിമ. ഈ സിനിമ വളരെ നല്ലൊരു ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പല കാര്യങ്ങളും അങ്ങനെ ഒരു വൻ ഹൈ സാധനം ആയിട്ടല്ല അവർ തന്നിട്ടുള്ളത്. ഒരു ആവറേജ് ഫീല് തരുന്ന, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കഥ പറയുന്ന, കുറച്ച് രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന, വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമ. ആ രീതിയിലാണ് ഞാൻ എന്റെ മൈൻഡിൽ ആക്കി വെച്ചിട്ടുള്ളത്. അതിനും താഴെ പോയാലേ നമുക്ക് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം എന്റെ മൈൻഡിൽ ഒരു ആവറേജ് കുഴപ്പമില്ലാത്ത കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ അങ്ങനെയാണ്. അതിനേക്കാൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ, ഒരു പടിയെങ്കിലും മുകളിലേക്ക് പോയാൽ നമുക്കത് ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. സോ അതൊരു ഗുണം. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പടം കാണാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപടി മുകളിൽ പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്തത് നമ്മളോട് ലാലേട്ടന്റെ അപ്ഡേറ്റുകളൊന്നും ഇല്ലേ, കുറെ ആളുകൾ ചോദിക്കാറുണ്ട്. ലാലേട്ടൻ അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ വരാനുള്ള പടങ്ങൾ ഒരുപാടുണ്ട്, അറിയാലോ. ഇപ്പൊ റംബാൻ എന്ന് പറയുന്ന സിനിമ, ഈ റംബാൻ എന്ന് പറഞ്ഞ സിനിമ ലിജു ജോസ് പെല്ലിശ്ശേരി ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കേൾക്കുന്നുണ്ട്. ജോഷിയാണ് ചെയ്യാൻ നിന്നിരുന്നത്. അതിന്റെ അനൗൺസ്മെന്റ് വന്നിരുന്നു. ചെമ്പോസ്കി ഫിലിംസ്, ചെമ്പൻ വിനോദാണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചെമ്പൻ വിനോദിന്റെ കഥയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വൻ പടമായിട്ട് വരാനിരിക്കുന്ന, ജോഷിയുടെ അടുത്ത് വരാനിരിക്കുന്ന ഒരു കിഡ്ലൻ മാസ് ആക്ഷൻ ഫിലിമാണ് റംബാൻ എന്ന് പറഞ്ഞു വരുന്നത്. പക്ഷെ അത് പിന്നീട് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു, പിന്നെ കുറെ ഉപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ കുറെ ആൾക്കാർ ചെയ്യുന്നു പറഞ്ഞു. ഇപ്പൊ അതേ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത്
അത് ലിജോ ജോസ് പെല്ലിശ്ശേരി ഡയറക്ട് ചെയ്യും. അതേ സിനിമ ജോഷിക്ക് പകരം LJP ഡയറക്ട് ചെയ്യും എന്നാണ്. അപ്പൊ LJP വീണ്ടും വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വാർത്തകൾ കേൾക്കുന്നത്. മലൈക്കോട്ട വാലിബൻ പോലൊരു സിനിമയല്ല, ഓട്ടോമാറ്റിക്കലി ഇത് ചെമ്പൻ വിനോദ് എഴുതിയിട്ടുള്ള കഥയാണ്, ഒരു ആക്ഷൻ ഫിലിമാണ്. പടം നന്നായിട്ട് ചെയ്യാനൊക്കെ LJPക്ക് അറിയാൻ നമുക്കറിയാം. പക്ഷെ LJPന്റെ സ്ഥിരം ബുദ്ധിജീവി പരിപാടി എല്ലാവർക്കും വർക്ക് ആവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സോ LJP ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ. എന്തായാലും ഒഫീഷ്യലി അപ്ഡേറ്റിലൊന്നും വരാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ പറഞ്ഞത്. 2-3 ദിവസമായിട്ട് അതിങ്ങനെ എയറിലുണ്ട്. അതല്ലാതെ തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. January 13 കേട്ടിരുന്നത് അല്ലാതെ വേറെ കുറെ ഡേറ്റുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ തുടരിനെ കുറിച്ച് ഇപ്പോൾ കേൾക്കാൻ പറ്റിയ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റിയത് തുടരും ഡേറ്റ് എന്തായാലും മാറ്റും. അത് പല കാരണങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്നുള്ളതും വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഒഫീഷ്യലി അനൗൺസ്മെന്റുകളൊന്നും വരാത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. പക്ഷേ വിത്തിൻ 2 days 2 ദിവസത്തിനുള്ളിൽ കൺഫർമേഷൻ വരും. അതായത് ഇന്ന ഡേറ്റിൽ റിലീസ് ആവുന്ന കൺഫർമേഷൻ വരും എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് അതിന്റെ കൺഫർമേഷൻ വന്നേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടരും വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ്. അത് അരുൺമൂർത്തി സംവിധാനം ചെയ്യുന്നവരോട് മാത്രമല്ല, ലാലേട്ടന്റെ കയ്യിൽ അത്രയും ഭദ്രമായിട്ടുള്ള ഒരു കഥാപാത്രം, അത്ര നാച്ചുറൽ ആയിട്ട് പുള്ളിക്കാരൻ ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ കഥാപാത്രം എന്നുള്ളതുകൊണ്ടാണ് എനിക്കതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ. അപ്പൊ ഇതൊരു വൻ പടമായിരിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ പറയാനുള്ളത് ലാലേട്ടനെ കുറിച്ച് അറിയാലോ, എമ്പുരാൻ. എല്ലാവരും കാത്തിരിക്കുന്നത് എമ്പുരാന് വേണ്ടിയിട്ടാണ്. വേറെ എത്ര സിനിമകൾ ഉണ്ടായാലും എമ്പുരാന്റെ ഒരു ഹൈപ്പ് ഭയങ്കരം തന്നെയാണ്. ഞാനും എമ്പുരാനാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ. അതിന് പല കാരണങ്ങളുണ്ട്, തവണ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എന്നാലും ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്, ലാലേട്ടൻ ഇപ്പൊ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് വളരെ പിറകിലാണ്. നേര് എന്ന് പറഞ്ഞ സിനിമയാണ് നല്ലൊരു സിനിമയായിട്ട് വന്നത്. അതല്ലാതെ ചെറിയ ചെറിയ പടങ്ങളൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ തട്ടിമുട്ടി പോയി എന്നല്ലാതെ നല്ലൊരു ഹിറ്റ്, അല്ലെങ്കിൽ ലാലേട്ടനെ പോലെ ഒരു ലെജൻഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്ടർ എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ആൾ, അദ്ദേഹം അതിനെ പലതരത്തിൽ ഇൻകംപ്ലീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ, ഞാൻ ഒരിക്കലും കംപ്ലീറ്റ് അല്ല, അതിന് മുമ്പ് ഇന്നുണ്ട്, ഇൻകംപ്ലീറ്റ് എന്നൊക്കെ പല ഹോളിവുഡ് ടൈംസിന് കൊടുത്ത ഇന്റർവ്യൂലൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു. പുള്ളിന്റെ വലുപ്പം എന്നേ പറയുന്നുള്ളൂ. എന്തായാലും അങ്ങനെ നമ്മൾ അവകാശപ്പെടുന്ന കംപ്ലീറ്റ് ആക്ടർ, അല്ലെങ്കിൽ അത്രയും വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ എന്ന് നമുക്ക് പറയാം. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് നമുക്ക് പറയാം, നമുക്ക് ലാലേട്ടനൊക്കെ. അപ്പൊ പുള്ളിക്കാരന്റെ ആ ഒരു പവറിനും വലുപ്പത്തിനും അനുസരിച്ചുള്ള ഒരു സംഗതിയാണ് എമ്പുരാൻ. അതുകൊണ്ടാണ് ഭയങ്കര പ്രതീക്ഷയിൽ വരുന്നത്. അല്ലാതെ അഭിനയം കൊണ്ട് ഒരുപാട് സിനിമകൾ പുള്ളിക്ക് ചെയ്യാം. പക്ഷെ ആ ഒരു വലുപ്പം, ആ ഒരു പവർ, ആ ഒരു സ്വാഗ്, ആ ഒരു സ്റ്റൈൽ, ആ ഒരു സ്ക്രീൻ പ്രസൻസ്, അതൊക്കെ ഭീകരമായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന സിനിമയായിരിക്കും എമ്പുരാൻ. സോ അത് അങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കേണ്ട, ഒരു പൊട്ടിക്ക് പോലും താഴെ പോകാതെ. നെക്സ്റ്റ്, ഭാഷ. രജനീകാന്ത്, സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ സിനിമകൾ ഒറ്റയടിക്കുന്നു ചോദിച്ചാൽ അതിൽ ഭാഷ ഉണ്ടാവും, പടയപ്പ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ എന്ത് രജനീകാന്ത്? ഭാഷയ്ക്ക് എത്ര തവണ കണ്ടെന്നുള്ളതിന് യാതൊരു കയ്യും കണക്കും ഇല്ല. അങ്ങനെ ഞാൻ തിയേറ്ററിൽ കണ്ട് എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ അത്രയും എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഭാഷ. ഒരു പക്ഷെ പടയപ്പ പല ആളുകളും പറഞ്ഞു കേൾക്കും, പക്ഷെ അതിന്റെയൊക്കെ എത്രയോ മുകളിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള പടമാണ് ഭാഷ. പുള്ളിക്കാരന്റെ മ്യൂസിക്കും കൊഞ്ച് അങ്ക പറക്കണ ഡയലോഗും, അതല്ലാതെ ഫസ്റ്റ് പുള്ളിയുടെ റിവീൽ ചെയ്ത സാധനമുണ്ടല്ലോ, ആ അടി, അങ്ങനെ തുടങ്ങി കുറേ സാധനങ്ങളുണ്ട്. അതിൽ പുള്ളിക്കാരൻ മാത്രമല്ല, നമ്മുടെ വില്ലനൊക്കെ ഏത് റേഞ്ച്, ഏത് മൂഡ്, പുളി മൂഡ് പറയല്ലേ. അപ്പൊ അമ്മാരി അവസ്ഥയായിരുന്നു. എന്തായാലും സിനിമ ആഗ്രഹിച്ച പോലെ തന്നെ തിയേറ്റർ റിലീസ് വരുന്നുണ്ട്. കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടാവും എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഭാഷ ആയതുകൊണ്ട് നമ്മുടെ നിലമ്പൂർ അടക്കം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുമെന്നാണ് ആഗ്രഹിക്കുന്നത്. 30ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സിനിമ വീണ്ടും റിലീസിന് ഒരുങ്ങുന്നത്. എന്തായാലും ഭാഷ അങ്ങനെ ഒരു റിലീസായിട്ട് വരുന്നുണ്ട്. ഞാൻ എന്തായാലും വന്നാൽ ഇവിടെ അടുത്ത് തിയേറ്ററിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാൻ ശ്രമിക്കും, കാണും. അപ്പൊ നിങ്ങൾ ഭാഷ തിയേറ്ററിൽ വീണ്ടും റിലീസായാൽ കാണുമോ ഇല്ലെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ്, 7 കടൽ 7 മലൈ. 7 കടൽ 7 മലൈ, അതിന്റെ ട്രെയിലർ ഈ വരുന്ന തിങ്കളാഴ്ചയാണ് വരുന്നത്. 20/1/2025 മൺഡേ അത് റിലീസ് ചെയ്യും. 2 കാര്യങ്ങളാണ്. ഒന്ന്, തമിഴ് സിനിമയാണെന്നുള്ളതാണ്. 2, നമ്മുടെ നിവിൻ പോളി ചെറിയൊരു ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ്. പുള്ളിന്റെ ലേറ്റസ്റ്റ് പിക്ക് വന്നിട്ടുണ്ടെങ്കിൽ തടിയൊക്കെ കുറഞ്ഞിട്ട്. 7 കടൽ 7 മലയിൽ അങ്ങനെ തടി കുറഞ്ഞിട്ടുള്ള സംഭവമല്ല, അതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. എന്നാലും അത് നല്ലൊരു സിനിമയാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് മുമ്പ് നല്ല ഗ്ലിംസ് അല്ലെങ്കിൽ ടീസറെ കണ്ട സമയത്ത് നമുക്കൊരു പിടുത്തം കിട്ടാത്ത രീതിയിൽ എന്തൊക്കെയോ ആണ്. അതൊരു എന്താ പറയാ, ഒരു ആത്മാവോ അല്ലെങ്കിൽ ഒരു ടൈം ട്രാവലറോ അങ്ങനെ എന്തൊക്കെയോ സംഗതികൾ കുത്തിത്തിരിക്കുന്ന ഒരു സാധനമാണ് 7 കടൽ 7 മലൈ എന്ന് പറഞ്ഞ സിനിമ. ഇതിന്റെ പ്രത്യേകതകളിൽ മറ്റൊന്ന് നമ്മൾ എടുത്ത് പറയേണ്ടത് സൂരി അറിയാലോ, ഒരു വൻ പരിപാടിയാണ് ഇപ്പൊ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ആക്ഷൻ, ഭയങ്കര എന്താ പറയുക, ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ്, ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിടുതല അടക്കം. അപ്പോൾ പുള്ളിയും നിവിൻ പോളിയും ഒന്നിക്കുന്ന പ്രത്യേകത ഇതിലുണ്ട്. പിന്നെ സംവിധായകൻ ആരാണെന്നറിയാലോ, അതിന്റെ ഒരു ചേഞ്ച് ഉണ്ട്. പുള്ളി ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ വൻ പരിപാടികളാണ്. അത്തരത്തിൽ ഈ 7 കടൽ 7 മലയും ഗംഭീര പടമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. മലയാളത്തിൽ അല്ലെങ്കിലും നിവിൻ പോളിയുടെ ഒരു വലിയ കംബാക്ക് സിനിമയിലൂടെ സംഭവിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അതല്ലാതെ മലയാളത്തിലേക്ക്
ഒരു വൻ പടമാണ് നിവിൻ പോളിക്ക് ചെയ്തു വെക്കാനുള്ളത്. നിവിൻ പോളി ആ റേഞ്ചിലേക്ക് വന്നാൽ പല ആളുകളുടെയും ചാൻസ് പോകും, അതിലൊരു ഡൗട്ടും ഇല്ല. കാരണം പുള്ളി തടിയെ കുറച്ച് ഒന്ന് സെറ്റായി ആ പഴയ നിവിൻ പോളി അങ്ങോട്ട് തിരിച്ചു വന്ന് സ്ക്രീനിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് പുള്ളി പൊളിച്ചടക്കി ചെയ്യും. അപ്പൊ ഒരുപാട് നടന്മാരുടെ പേരൊന്നും എടുത്ത് പറയില്ല, എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നുണ്ട് പല ആളുകളുടെയും ചാൻസസ് കഴിയും. കാരണം പല പടം കാണുമ്പോഴും ഇതൊക്കെ നിവിൻ പോളി ചെയ്യുന്നെങ്കിൽ എത്ര ഗംഭീരമായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു വലിയ കമ്പാക്ക് ആവട്ടെ, ഈ സിനിമയിലൂടെ തന്നെ അത് നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തു. അടുത്ത വീഡിയോ കാണുന്നവരെ